പശ്ചിമ ബംഗാളിലെ SIR നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നേരിട്ട് ഹാജരായി മുഖ്യമന്ത്രി മമതാ ബാനർജി. SIR ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് മമതാ ബാനർജി നൽകിയ ഹർജിയിൽ നേരിട്ട് വാദം ഉന്നയിക്കാനാണ് അവർ സുപ്രീം കോടതിയിൽ എത്തിയത്. ചരിത്രപരമായ നിമിഷങ്ങളിലൂടെയാണ് സുപ്രീം കോടതി ഇപ്പോൾ കടന്നുപോകുന്നത് എന്ന് പറയാം. കാരണം ഒരു കേസിൽ SIR പോലെ രാജ്യവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഗൗരവ സ്വഭാവമുള്ള ഒരു കേസിൽ സ്വയം സമർപ്പിച്ച ഹർജിയിൽ സ്വയം വാദിക്കാനായി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ സുപ്രീം കോടതിയിലേക്ക് കോട്ടിട്ട് എത്തുകയാണ്. ഇത്തരം ഒരു സന്ദർഭം മുൻപ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ SIRമായി ബന്ധപ്പെട്ട കടുത്ത നിലപാടെടുക്കുകയും ഡൽഹിയിൽ ഉൾപ്പെടെ എത്തി തന്റെ പോരാട്ടം തുടരും എന്നറിയിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പ്രതിഷേധമിരിക്കും എന്നതടക്കം പ്രഖ്യാപിച്ച മമതാ ബാനർജിയാണ് SIR പ്രഖ്യാപിച്ച നടപടികളിലേക്ക് കടന്നപ്പോൾ നിയമ പോരാട്ടത്തിനായി ഇറങ്ങിയത്. ഇതിന്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട ഹർജിയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് മമതാ ബാനർജി തന്നെ നേരിട്ട് ഹാജരാകാനുള്ള അപേക്ഷ സമർപ്പിക്കുന്നത്. മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ അവരുടെ സംഘത്തിലുണ്ട് എങ്കിൽ പോലും മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി തഴയപ്പെടുന്നവർക്ക് വേണ്ടി വാദിക്കാൻ എത്തുന്നു എന്നുള്ള ഒരു പ്രതിച്ഛായ കൃത്യമായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ് മമത ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് കേസ് പരിഗണിക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ ദിവസം ഒരു അധിക അപേക്ഷ മമത സമർപ്പിച്ചിട്ടുണ്ട്. ഇത് വോട്ടർമാരെ നീക്കം ചെയ്യുന്നത് തടയാൻ സുപ്രീം കോടതിയിൽ നിന്നും അടിയന്തര നിർദ്ദേശം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഇടക്കാല അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. വലിയ തോതിൽ വോട്ടർമാരുടെ വോട്ടവകാശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും 60 ലക്ഷത്തിലധികം ഹിയറിംഗുകൾ ഇനിയും ബാക്കിയുണ്ട്, വെറും 4 ദിവസങ്ങൾ മാത്രമാണ് നടപടികൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് എന്നും ഈ അധിക അപേക്ഷയിൽ മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അസ്വാഭാവികമായ നീക്കങ്ങൾ നേരത്തെയും പലതവണ നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധങ്ങളും സമരമുറകളും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. മറ്റ് നേതാക്കളിൽ നിന്നോ മുഖ്യമന്ത്രിമാരിൽ നിന്നോ വ്യത്യസ്തമായി തന്റെ നിലപാടുകളും പ്രതിഷേധങ്ങളും തുറന്നടിക്കാൻ മമത മടി കാണിക്കാറില്ല. സമാനമായ ഒരു നീക്കം ഈ ഒരു വിഷയത്തിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മമതാ ബാനർജി അഭിഭാഷക ബിരുദമുള്ള ഒരു വ്യക്തിയാണ്, മുഖ്യമന്ത്രിയാണ്. അവർ നേരത്തെ കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നും LLB പൂർത്തിയാക്കുകയും കൊൽക്കത്തയിലെ വിവിധ കോടതികളിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിരുന്നു. 2003 വരെ അവർ ഈ കോടതികളിൽ എത്തിയിരുന്നു കൊൽക്കത്തയിൽ. പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായ ഘട്ടത്തിലാണ് അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ചത്. ഇപ്പോൾ എന്തായാലും സംസ്ഥാനത്തെ SIR വഴി തഴയപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രി മമതാ ബാനർജി വീണ്ടും കോടതിയിലേക്ക് എത്തുകയാണ്. അത് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് മുന്നിലേക്കാണ് മുഖ്യമന്ത്രി എത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. മമതയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കോടതിയിലും പരിസരത്തും ഒരുക്കിയിട്ടുണ്ട്. അർദ്ധസൈനികരെയും പോലീസിനെയും ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ആ കേസിന്റെ നിന്നും കോടതിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടാകുന്നു എന്നറിയാം. SKN. ഓക്കെ, താങ്ക് യു. നൽകിയത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രിയെ മമതാ ബാനർജി അൺയൂഷ്വലായിട്ടൊരു തീരുമാനമെടുത്തു. സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി വാദിക്കാൻ. അവർ നിയമ ബിരുദധാരിയാണ്. അതുകൊണ്ട് തന്നെ 1907 സ്ഥാപിതമായ കൊൽക്കത്തയിലെ ജോഗേഷ് ചന്ദ്ര ചൗധരി കോളേജ് ഓഫ് ലോയിൽ നിന്നാണ് മമത പഠനം പൂർത്തിയാക്കിയത്. 2003 വരെ അവർ കോടതിയിൽ പ്രാക്ടീസ് നടത്തിയത്. അതുകൊണ്ട് അഭിഭാഷക വൃത്തി അവർക്ക് പരിചിതമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ SIR സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ സുപ്രീം കോടതിയിൽ നേരിട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടി മമതാ ബാനർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു.